ഹലോ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവളുടെ സ്പെഷ്യൽ ഡേ ആണ്, ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കേക്ക് മുറിയും ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാം കാണും. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ പോകുന്ന വീഡിയോ കാണിക്കുന്നതായിരിക്കും. വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാണിക്കാൻ കുറച്ച് പാടായിരിക്കും, അല്ലാതെ ഉള്ള എല്ലാ വീഡിയോയും കാണിക്കുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ആരുടെ ബർത്ത്ഡേ ആണ്. ആര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അൽറാസ് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നമ്മൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. ഈ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, അത് അവിടെ തന്നെയാണ് ആദ്യം വന്നപ്പോഴിരുന്നത്. ഇന്ന് വന്നപ്പോഴും നമ്മളിവിടെ തന്നെയാണ്. ഇതെന്താണെന്നറിയില്ല, കറങ്ങി തിരിഞ്ഞ് സീറ്റ് അവിടെ വരാറുള്ളൂ. നമ്മൾ ആളെണ്ണം കുറച്ച് കൂടുതലുണ്ട്, 7 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സീറ്റാണ് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മന്തി കഴിക്കാൻ പോവാണ് ഗൈസ്. മന്തി നമ്മൾ ബുക്ക് ചെയ്തത് അൽഫാം മന്തിയാണ് ബുക്ക് ചെയ്യുന്നത്. എപ്പം മേടിച്ചാലും അൽഫാമേ മേടിക്കാറുള്ളൂ. പേരി ആ ഐറ്റം ഒന്നും നമ്മൾ മേടിക്കാറില്ല. മേടിച്ചിട്ട് കളയുന്നതിലും ഭേദം എന്നുവെച്ചാൽ, കളയുന്നത് ഞാൻ ഉദ്ദേശിച്ചത്, ഇതിപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ കഴിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ, ആ ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മളെപ്പോഴും കഴിക്കുന്ന അതേ സാധനമേ നമ്മൾ ഡെയിലി ഓർഡർ ചെയ്യാറുള്ളൂ. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയത് നമ്മൾ നേരെ ക്യൂട്ടിപ്പായിലേക്കാണ് ഗൈസ്. ഇതാണ് ക്യൂട്ടിപ്പായ്. ഇവിടുത്തെ കേക്കാണ് നമ്മൾ എപ്പോൾ മേടിച്ചാലും ബർത്ത്ഡേക്കോ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും കേക്ക് മേടിക്കുമ്പോൾ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ആദ്യം ചെന്നപ്പോൾ നമ്മൾ കേക്ക് എല്ലാം നോക്കി, പക്ഷെ നമ്മൾ വേറൊരു സാധനം കൂടി മേടിച്ചു ഗൈസ്. അതാണ് എന്തായിരുന്നു എൻ്റെ പേര്, മിൽക്ക് കേക്ക്. മിൽക്ക് കേക്ക്, ആ സംഭവം മേടിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഒരു ഇതിലിട്ട് പോയത്. കേക്കിൻ്റെ കാര്യം ഇവിടുത്തെ പറയുവാണെങ്കിൽ, ഇവിടെ എല്ലാം 1 കിലോ കേക്കേ ഉള്ളൂ. 1/2 കിലോ കേക്കൊന്നും കിട്ടത്തില്ല ഇവിടെ. 1 കിലോയിലും മേളിലോട്ടുള്ള കേക്കുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അവർ 1/2 കിലോ കേക്കൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ നമ്മൾ ചൂസ് ചെയ്തത് കുൽഫി ഫ്ലേവറാണ്. ഇതാണ് കുൽഫി ഫ്ലേവർ. ഇത് മസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കേക്കാണ്. ബിക്കോസ് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ മൂന്നാമതൊരു വേറൊരു കേക്ക് മേടിച്ചത് ഇപ്രാവശ്യമാണ്. അല്ലാത്തപ്പോഴൊക്കെ മറ്റേ കേക്കൊക്കെ മേടിക്കാറുള്ളൂ. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. നല്ല കേക്കാണ് കേട്ടോ, നല്ല കേക്കാണ്. കുൽഫി ഫ്ലേവറാണ്. കഴിക്കുമ്പോൾ കുൽഫിയുടെ ഒരു ഫീൽ വരും. പിന്നെ പറയുവാണെങ്കിൽ, ഇവിടെ നടന്ന സംഭവം പറയാം. നമ്മൾ ഈ കേക്ക് മേടിച്ചിട്ട് നമ്മൾ നേരെ ബീച്ചിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇരുന്നത്. അതാണ് വീട്ടിൽ നിന്ന് ആലോചിച്ച് വന്നത്. പക്ഷേ ബർത്ത്ഡേക്കാരിക്ക് അവിടെ ഒരു കടയിൽ കയറിയപ്പോൾ പറഞ്ഞ്, എനിക്ക് വീട്ടിൽ പോയി കേക്ക് മുറിച്ചാൽ പോരെ, എന്തിനാ ബീച്ചിൽ മുറിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഡള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ്, ശരി എന്നാൽ നമുക്ക് ബീച്ചിൽ പോയി മുറിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് വന്നത്. ഒരു അടിയൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഈ ബീച്ച് വരെ വന്നിരിക്കുന്നത് കേക്ക് കൊണ്ട്. നല്ലൊരു വൈബായിരുന്നു നമ്മൾ ബീച്ച് വന്നപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ബീച്ചിലെത്തി കേക്ക് കട്ടിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ആൾക്കാരും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അവരെല്ലാം ഒരേ ഡ്രസ് കോഡിലൊക്കെ ആയിരുന്നു. ഒരു മജന്ത കളറായിരുന്നു തോന്നുന്നു അവരൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിവിടെ കേക്ക് മുറിയാണ്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സീൻ. ഞാൻ ലേറ്റാണ് വരുന്നത് ഗൈസ്. ഞാൻ കുറച്ച് ലാസ്റ്റിലാണ് വരുന്നത്. കഴിച്ചപ്പോൾ അതിൽ ആ കേക്കിൻ്റെ ഇതെന്ന് വെച്ചാൽ ഫുള്ള് നട്ട്സായിരുന്നു. പിസ്ത എല്ലാ സാധനവും ആവശ്യത്തിനുണ്ടായിരുന്നു. കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ്സൊക്കെ ഉള്ളൊരു കേക്ക്. പേഴ്സണലി പറയുകയാണെങ്കിൽ കേക്കാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കേക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അച്ഛനിത് പിടിച്ചു. ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇവളുമാരോട് ആദ്യം പറഞ്ഞായിരുന്നു കേക്ക് എടുത്ത് പിടിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാറായപ്പോൾ അതെവിടെ വെക്കണമെന്ന് അറിയത്തില്ല. പിന്നെ അച്ഛൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കേക്ക്. ഇപ്പോൾ ഇതാണ് ധന്യാമോൾ, അവളുടെ അമ്മയാണ്, ബർത്ത്ഡേക്കാരിയുടെ അമ്മയാണിത്.
നമ്മളൊന്ന് കഷ്ടപ്പെട്ടു ഗൈസ്, ഒന്ന് ആഞ്ഞു പിടിക്കണമായിരുന്നു. 1 കിലോ കേക്കല്ലേ, 1/2 കിലോ കേക്ക് അവിടെ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി നല്ല കഷ്ടപ്പെട്ടു. അത് തിന്ന് തീർക്കണ്ടേ, ബിക്കോസ് അത് മെൽറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചൂടല്ലേ, നമ്മുടെ നാട്ടിൽ നല്ല ചൂടാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ചൂടത്ത് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അത് മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിനെ കുറേ നേരമൊന്നും വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് ശടപടേന്ന് തിന്ന് തീർക്കാൻ നോക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ മേളിൽ പറക്കുന്നതൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. അതിന് ഞാൻ കുറച്ച് ലൈറ്റായിപ്പോയി. ഫോൺ ഓണായി വന്നപ്പോഴത്തേക്കിനും അവർ ലാൻഡ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെമാരവിടെ ബീച്ചിൻ്റെ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എഴുതി രസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് ഇപ്രാവശ്യം പോയിട്ട് ബീച്ചിലോട്ട് അങ്ങോട്ട് വെള്ളത്തിൽ കാലം നനച്ചില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും നമ്മൾ അവിടെ ചെന്ന് കയറി ബീച്ചിൽ കളിക്കുന്ന അപ്പോഴത്തെ ഒരു രസമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആ ഉപ്പു വെള്ളമായിട്ട് ജീൻസ് എല്ലാം ഒരുമാതിരി അത് ഭയങ്കര വെറുപ്പീരാണ് ഗൈസ്. വണ്ടിയിലിരിക്കുമ്പോഴും ഇപ്രാവശ്യം കാറൂടെ കൊണ്ടുവരാത്തതുകൊണ്ട് നമ്മൾ ബൈക്കിലായതുകൊണ്ട് അതിലേറെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ ഈ ദൃശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇന്ന് ലഡ്ഡു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കണ്ടോ. ഉള്ളിലെ കുട്ടി, മനുഷ്യൻ്റെ ഉള്ളിലെ കുട്ടി ഇറങ്ങുന്ന ടൈം കണ്ടില്ലേ, പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എണീറ്റു ഗൈസ്. കുറേ നേരം ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എണീറ്റു. പിന്നെ നമ്മൾ നേരെ അവിടുത്തെ കുറേ പാർക്കൊക്കെ ഉണ്ടല്ലോ ബീച്ചിൽ, അങ്ങോട്ട് നടക്കുമ്പം കുറേ ഇവർക്ക് പിള്ളേർക്ക് ചാടുന്ന മറ്റേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോയി. മാളുടെയൊക്കെ നടന്നു പോകുന്നുണ്ടോ, നനഞ്ഞിട്ട് പാൻറ്റ് മൊത്തം കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ അവൾ അങ്ങ് വീട് വരെ വന്നതെന്ന് തോന്നുന്നു. അത് കണ്ടോ, നിങ്ങൾക്ക് അവിടെ കാണാമോ വാട്ടർഫാള്? അവിടെ പൈസ കൊടുത്ത് കയറേണ്ടവർക്ക് കയറാം. പക്ഷെ നമ്മൾ തുണിയും ഡ്രസ്സും നനഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇടാനായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും കയറിയില്ല ഗൈസ്. അത് സംഭവം കൊള്ളാം. നൈറ്റിൽ ലൈറ്റിംഗ് ഷോ ഒക്കെ ഉണ്ട്. ലൈറ്റ് ഷോ ഉണ്ട്. പിന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ഉണ്ട്. അതിനൊരു സംഭവം പൊളിയാം. പിന്നെ നമ്മൾ ഇവിടെയാണ് എത്തിയത്. ഹാങ്ക് ഫോർ 150 സെക്കൻഡ് ടു വിൻ 2000 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസ്. അപ്പോൾ ഇതിന് നമ്മളവിടെ പോയി നോക്കി നിന്നു. ആ ചേട്ടൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാനായിട്ട് നമ്മളൊന്ന് നോക്കി നിന്നു ഗൈസ്. ചേട്ടൻ അധികം നേരമൊന്നും നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വരുന്നതിന് മുന്നേ ആരായിരുന്നു ഏതോ ഒരു അങ്കിൾ ചെയ്ത് പുള്ളി വിൻ ചെയ്തായിരുന്നു കേട്ടോ. പുള്ളി വിൻ ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇവിടെ ആവേശത്തിന് കയറി അവൾക്ക് കയറണമെന്ന് പറഞ്ഞ് അവളെ ഒന്ന് കയറ്റി. അവളും ഒത്തിരി നേരം നിന്നില്ല. ട്രയൽ കഴിഞ്ഞ് താഴെ വീണു. 10 സെക്കൻഡ് ട്രയൽ ഉണ്ടായിരുന്നു. അതിന് അവൾ കയറി, അവൾ താഴെ വീണു. പിന്നെ ഇവർക്ക് ഈ സംഭവത്തിൽ കാണുമെന്ന് പറഞ്ഞ് പിന്നെ അതിൽ പൈസ അവർക്ക് 2 പേർക്കും കൊടുത്തു. നമുക്ക് കയറാൻ പറ്റത്തില്ല, നമ്മൾ വലിയവരല്ലേ. അതുകൊണ്ട് ഞാനവിടെ സൈഡിൽ പോയി ഇരുന്ന്. ഇവർ 2 പേരോടി കളിക്കാൻ മേലോട്ട് കയറി. പിന്നെ അവർ കുറേ നേരം അവിടെ നിന്ന് തുള്ളി വരുന്നത് നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അതുതന്നെ നടന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് വെളിയിൽ നിന്ന് ആ വെള്ളം വീഴുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പിന്നെ അങ്ങോട്ട് നടന്നു. പിന്നെ നടന്നു പോയപ്പോൾ ഇവർ അവിടുന്ന് നെല്ലിക്ക ഏതാണ്ട് മേടിച്ച്, ഉപ്പിലിട്ട നെല്ലിക്ക. ഞാനിതൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് അവരോരോന്ന് മേടിച്ച് അവർ കഴിച്ച് നടക്കുമായിരുന്നു ഗൈസ്. കണ്ടില്ലേ? ആ കഴിപ്പ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് തന്നെയാണ് വിട്ടത്. വേറെ എവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല, നേരെ വീട്ടിലോട്ടാണ് വിട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ഇവർക്ക് നമ്മൾ ഗിഫ്റ്റൊന്നും കൊടുത്തില്ലായിരുന്നു. ഗിഫ്റ്റൊക്കെ നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു പുള്ളിക്കാരിക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ഡ്രസ്സാണ് അതിൽ അവൾക്ക് കൊടുത്ത്. അവൾ അറിഞ്ഞില്ല ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവന്നതോ നമ്മളൊന്നും പറഞ്ഞില്ലായിരുന്നു. ആ ഗിഫ്റ്റാണത്. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത്. പിന്നെ നേരത്തെ ആ ഡോള് തുറന്ന് വെച്ചത് അത് വേറൊരാൾ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു. അത് ഞാൻ ഇപ്പോൾ വേറെ വീഡിയോ എടുക്കുക, അതിൽ കാണിക്കുന്നതായിരിക്കും. ബിക്കോസ് അത് അവൾ നേരത്തെ അൺബോക്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് ഞാൻ വന്നില്ല, അതിന് മുന്നേ അവൾ അൺബോക്സ് ചെയ്ത്. ആ ബാഗ് കണ്ടോ, അത് അമ്മ തയ്ച്ച ബാഗാണ്, ക്രോഷറ്റ് ബാഗാണത്. പിന്നെ അവൾ കൈ പിടിച്ചിരിക്കുന്ന ഡ്രസ്സാണ് ഞാൻ കാണിച്ചിട്ടായിരുന്നു, അതാണ് മേടിച്ചത്. പുള്ളിക്കാരിക്ക് അത് രണ്ടും ഇഷ്ടപ്പെട്ടു. ആ പർപ്പിൾ ഇപ്പോൾ അവൾ ഇട്ടിരിക്കുന്നതും
പുതിയത് അവളുടെ അമ്മ മേടിച്ചതാണ്. നമ്മളെല്ലാം പർപ്പിളാണ് മേടിച്ചുകൊണ്ട് തന്നത്, എങ്ങനെയാണെന്നറിയില്ല. അപ്പം അവൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗിഫ്റ്റ് ഒരു ഗോൾഡ് റിംഗ് ആണ് അവൾക്ക് കൊടുത്തത്. ഗോൾഡ് റിംഗ് ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. അതാണ് അവളുടെ അമ്മയും അച്ഛനും കൊടുത്തത് ഗിഫ്റ്റ്. എല്ലാം പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി അറിഞ്ഞില്ലായിരുന്നു നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുവന്ന കാര്യം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡോൾ. ഇവിടെ അൺബോക്സ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ ഡോള്. ശരത്ത് എന്നാണ് പുള്ളിയുടെ പേര്, ഇത് മേടിച്ച് കൊടുത്ത ആളുടെ പേര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബർത്ത്ഡേ വ്ളോഗ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.